ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5th ചാപ്റ്റർ 2 ആണ് സയൻസിലെ അവേ ഫ്രം ഡിസീസസ് എന്ന് വെച്ചാൽ വ്യാധികൾ പടരാതിരിക്കാൻ അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്ന് ദൂരെ പോവാം നമുക്ക്. ഫസ്റ്റ് ഡോക്ടർ എന്താ കുട്ടിയോട് പറയുന്നത്? ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ, എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ. പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയാണ്, യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വെർ എഫക്റ്റഡ്. എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഈ അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് തന്നെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതൊരു വൈറൽ ഫീവറാണ് അല്ലെങ്കിൽ പകർച്ചപ്പനിയാണ് അല്ലേ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? അപ്പോൾ വൈറൽ ഫീവർ ആണെങ്കിൽ വൈറസ് ആവും കാരണക്കാരൻ. വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ഡിസീസ് ടു അതേഴ്സ്? മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന അസുഖങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ചെയ്യാം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് എഴുതിയിട്ടുണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തറിയണം? ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ് അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചാൽ പകരുന്ന രോഗങ്ങൾ, അഥവാ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചാൽ എന്താണ്? പകരുന്ന രോഗങ്ങൾ. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താവും? പകരാത്ത രോഗങ്ങൾ. സിമ്പിൾ അല്ലേ. നോൺ എന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, അപ്പോൾ പകരാത്ത ഡിസീസസ്. അപ്പോൾ എന്തൊക്കെ എക്സാമ്പിൾസ് എഴുതാൻ പറ്റുക? നമുക്ക് പറയാം, ഡെങ്കി ഫീവർ പകരും, ജോണ്ടിസ് മഞ്ഞപ്പിത്തം പകരും, COVID-19 പകരും, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോമൺ കോൾഡ്, സാധാരണ ജലദോഷം, ചുമ എന്നിവയൊക്കെ പകരും. പിന്നെ പകരാത്ത കുറച്ച് ഡിസീസസ് ഏതൊക്കെയാണ്? ക്യാൻസർ പകരില്ല, ഡയബറ്റിസ് അതായത് ഷുഗർ എന്നൊക്കെ പറയില്ലേ, പിന്നെ ആസ്മ ശ്വാസമുട്ടൽ, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഹൈ BP എന്നീ അസുഖങ്ങളൊന്നും നമ്മളൊരാളുടെ അടുത്തോട്ട് പോയി നിന്നാൽ നമുക്ക് പകരില്ല. നെക്സ്റ്റ് ടോപ്പിക്കാണ് പാൻഡമിക്സ്. നമ്മളിപ്പോൾ ഒരു പാൻഡമിക്കിലൂടെയാണ് കടന്നു വന്നത് അല്ലേ. അതേത് പാൻഡമിക് ആയിരുന്നു? COVID-19 എന്ന പാൻഡമിക്. അപ്പോൾ മഹാമാരികൾ എന്നാണ് നമ്മൾ പാൻഡമിക്കിനെ മലയാളത്തിൽ പറയുന്നത്. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ് ആൻഡ് എഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് എ പാൻഡമിക്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ പകരുന്ന അസുഖമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പനി വന്നു, അത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പകർന്നു, അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. പക്ഷേ അത് നിങ്ങളുടെ വീട്ടിൽ പകർന്നു, പിന്നെ നാട്ടിൽ പകർന്നു, പിന്നെ ഫുൾ ഇന്ത്യ പകർന്നു, പിന്നെ ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യത്തോട്ട് പോയി, വേറെ കോണ്ടിനെൻറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അതെന്തായി മാറുകയാണ്? അതൊരു പാൻഡമിക്കായി മാറുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മറ്റ് രാജ്യങ്ങളിലേക്കോ അതോ കോണ്ടിനെൻറ്റ്സ് ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും പിന്നെ കുറേ ആൾക്കാരെ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അതിജീവിച്ച കുറച്ച് പാൻഡമിക്സിൻ്റെ പേരാണ് സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായൊരു പാൻഡമിക് ആയിരിക്കും COVID-19, ഇപ്പം കഴിഞ്ഞു പോയതാണല്ലേ. Aren't we more likely to get affected when we come into contact with someone who is sick? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അസുഖമുള്ള ആളുടെ അടുത്തേക്ക് പോവല്ലേ എന്നൊക്കെ അമ്മ പറയുന്നുണ്ടാവും. അതായത് നമ്മൾ രോഗമുള്ള ഒരാളുടെ അടുത്തോട്ട് പോകുമ്പോഴും അവരുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെന്തുകൊണ്ടാവാം? വാട്ട് കോസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല പകർച്ചവ്യാധികൾക്ക് കാരണക്കാരൻ ആരാണ്? ക്യാൻ വി സീ ദം? ഈ കാരണക്കാരെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്താണത്? പാത്തജൻസ്. പാത്തജൻസ് എന്ന് വെച്ചാൽ രോഗകാരികൾ. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാക്കുന്നത്? പാത്തജൻസ് ആയിരിക്കും അല്ലേ, രോഗകാരികൾ എന്ന് ഞാൻ പറഞ്ഞു. ക്യാൻ വി സീ ദം? ഇനി അതിനെന്താ നമ്മൾ പറയാം? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗൈ ദറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. അപ്പോൾ മിക്ക പകർച്ചവ്യാധികളും സൂക്ഷ്മജീവികൾ കാരണമാണ് ഉണ്ടാവുന്നത്. മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ സൂക്ഷ്മജീവികൾ. ആരൊക്കെയാണ് ഈ സൂക്ഷ്മജീവികളിൽ പെടുന്നവർ? ബാക്ടീരിയ, വൈറസ്, ഫംഗൈ എന്നിവയൊക്കെ. ഇവരെയൊന്നും നമുക്ക് വെറുതെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ.
ഓക്കെ, ദേ ആർ കോൾഡ് പാത്തജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസസ്. രോഗങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പാത്തജൻ എന്ന പേര് വരുന്നത്. ഓക്കെ, രോഗങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ടാണ് ഇവയെ രോഗകാരികൾ അഥവാ പാത്തജൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇവരെ നമുക്ക് വെറുതെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, പക്ഷെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു എന്താണ് മൈക്രോസ്കോപ്പ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെറുതെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത സാധനങ്ങളെ മൈക്രോസ്കോപ്പിൻ്റെ താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ച് വലുപ്പത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്, വെറുതെ നോക്കിയാൽ കാണാൻ പറ്റില്ല, അതായത് നേക്കഡായി വെച്ച് വെറുതെ നോക്കിയാൽ കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചാൽ ഇങ്ങനെയാണ് ഒരു ബാക്ടീരിയയെ കാണുന്നത്, ഇങ്ങനെയാണൊരു വൈറസിനെ കാണുന്നത്. ലിവിങ് വിത്ത് മൈക്രോ ഓർഗാനിസംസ്. ഇനി നമുക്ക് സൂക്ഷ്മജീവികളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തജൻസ്. ഇനി നമ്മൾ പഠിച്ചു പാത്തജൻസ് ഒക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ്, പക്ഷേ എല്ലാ മൈക്രോ ഓർഗാനിസംസും പാത്തജൻസ് ആണോ? അല്ല. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തജൻസ്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. ദർ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്കിന്നിൻ്റെ മേലെയൊക്കെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരികളായ ബാക്ടീരിയാസ് ഉണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ആ ഫുഡ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തിന് വേണ്ടിയിട്ടും അതിലെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടും അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഈ യൂസ്ഫുൾ ബാക്ടീരിയാസ് നമ്മളെ സഹായിക്കും. ദർ ആർ മെനി ഇൻസ്റ്റൻസസ് വെ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി യൂസ്ഫുൾ ടു അസ്. അപ്പോൾ സൂക്ഷ്മജീവികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല പല സന്ദർഭങ്ങളുണ്ട്. അതേതാന്ന് നോക്കാം. ഒന്നാണ് ദോസ ബാറ്റർ ഇസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. അപ്പോൾ നിങ്ങളുടെ അമ്മ ദോശമാവ് അരച്ചതിന് ശേഷം ഒരു 8 മണിക്കൂറൊക്കെ പുറത്ത് പുളിപ്പിക്കാൻ വെക്കുന്നുണ്ടാവും. ഈ പുളിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ആര് കാരണമാണ്? ചില ബാക്ടീരിയാസ് കാരണമാണ്. ഓക്കെ, അപ്പോൾ ഈ ദോശമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയാസാണ്. ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇൻ ടു ദ സോയിൽ. പിന്നെന്താ ചെയ്യുന്നത്? ബാക്ടീരിയകളും ഫംഗസും ഒക്കെയാണ് ഈ ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ ജൈവാവശിഷ്ടങ്ങൾ, അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനൊക്കെ കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയിട്ട് മണ്ണിലോട്ട് ചേർക്കുന്നത് ആരാണ്? ബാക്ടീരിയയും ഫംഗയും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ബാക്ടീരിയ എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അബ്സോർപ്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ദോസ ബാറ്റർ ഫെർമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്ടീരിയയും ഫംഗയും ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സോയിലോട്ട് ചേർക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 കാര്യങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ എല്ലാ മൈക്രോ ഓർഗാനിസംസും പാത്തജൻസ് അല്ല, എല്ലാ സൂക്ഷ്മജീവികളും എന്താണ്? രോഗകാരികളല്ല എന്ന് നമുക്ക് ഈ കുറച്ച് 3 പോയിൻറ്റ്സ് വെച്ചിട്ട് പറയാൻ പറ്റും. നമ്മളത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ വേൾഡ് ഓഫ് ഫംഗൈ, അതായത് ഫംഗസുകളുടെ ലോകം. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ അവർ ക്ലോത്ത്സ്. ബ്രെഡ് മോൾഡ് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ചിത്രത്തിൽ നോക്കുക, പൂപ്പൽ വരില്ലേ നമ്മുടെ ബ്രെഡിലൊക്കെ കുറച്ച് ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ് എന്ന് വെച്ചാൽ നമ്മൾ കരിമ്പൻ അടിക്കുക എന്നൊക്കെ പറയും. ഇവിടെ പിക്ചറിൽ നോക്കുക, ദേ ആർ ഓൾ ഫംഗൈ. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ഫംഗസ് ആണ്. Candida, Cryptococcus and Histoplasma are some of the fungi that cause disease to humans. അപ്പോൾ കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ഇതൊക്കെ എന്താണ്? മനുഷ്യന്മാർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ചില ഫംഗസുകളാണ്. എന്തൊക്കെയാണ്? സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ എന്താ ഉണ്ടാക്കുക? മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടാക്കും. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes. നമ്മൾ ഭക്ഷണം ആക്കി കഴിക്കുന്ന കൂണില്ലേ, മഷ്റൂംസ്, ഇതും ഒരു ഫംഗസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് കണ്ണ് വെച്ച് കാണാൻ പറ്റും. പിന്നെന്താ ഉള്ളത്? നമുക്ക് കണ്ണുകൊണ്ട് കാണാത്തത്രയും കുഞ്ഞു കുഞ്ഞു ഫംഗസും ഈ ലോകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മഷ്റൂമിനെ കഴിക്കുന്നുണ്ട്, അതിനെ കാണാനും പറ്റും, അത് വലുതുമാണ്. പിന്നെ ഏതാണ്? കുഞ്ഞു കുഞ്ഞു ഈ കരിമ്പനും ഈ പൂപ്പൽ ഇവരൊക്കെ ഫംഗസാണ്. അപ്പോൾ ഫംഗസിൻ്റെ ലോകം വളരെ വലുതാണ്. ഹൗ ഡിസീസസ് സ്പ്രെഡ്. രോഗങ്ങൾ പകരുന്ന വഴിയാണ് നോക്കാൻ പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക. ഈ കുട്ടി തുമ്മുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് കുറച്ച് ഡ്രോപ്ലെറ്റ്സ് അഥവാ തുപ്പൽ തെറിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ ഈച്ച, പിന്നെ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ പാറ്റയും ഈച്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
വൈ ഡു വി കവർ our nose and mouth with a handkerchief when we cough or sneeze? അപ്പോൾ എന്തിനാണ് നിങ്ങൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഒരു ഹാൻഡ്കർച്ചീഫ് വെച്ചിട്ട് നിങ്ങളുടെ മൂക്കും വായൊക്കെ പൊത്തിപ്പിടിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മൾ തുമ്മുമ്പോൾ, ഈ കുട്ടി തുമ്മുമ്പോൾ കാണുന്ന പോലെ നമ്മുടെ വായിൽ നിന്നുള്ള റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് എന്ന് നമ്മൾ പറയും, അതായത് ഈ തുപ്പൽ, അതിലൊക്കെ എന്തുണ്ടാവും? അതിൽ നമുക്ക് അസുഖം ഉണ്ടാക്കിയ ബാക്ടീരിയാസ് അഥവാ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ ഉണ്ടാവും. അപ്പോൾ ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കും അസുഖം പകരുമല്ലേ? അതുകൊണ്ടാണ് ഇത് വേറെ ഒന്നിലോട്ടും പോയിരിക്കാതിരിക്കാൻ, വേറെ എവിടെയും ഇത് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു കർച്ചീഫ് വെച്ചിട്ട് നമ്മുടെ നോസ് ആൻഡ് മൗത്ത് കവർ ചെയ്യുന്നത്, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ. വൈ ഡു വി കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്? പിന്നെ എന്തിനാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ പൂട്ടി വെക്കുന്നത്? ഒരു കാരണം എന്താവാം? ഒന്ന്, പാറ്റയും ഈച്ച ഇതുപോലെയുള്ളതൊന്നും വന്നിരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പല്ലി കഷ്ടം വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ പൊടി പോവാതിരിക്കാൻ, പിന്നെ ഭക്ഷണം ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ, അതിൻ്റെ രുചി നഷ്ടപ്പെടാതിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് ഐറ്റംസ് കവർ ചെയ്യും. പക്ഷേ മെയിനായിട്ട് നമുക്ക് എന്ത് പറയാം? അതിൽ വേറൊന്നും വന്ന് വീഴാതിരിക്കാൻ, ഈച്ചയും പാറ്റയൊന്നും വരാതിരിക്കാനാണ്. ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ദ ഹ്യൂമൻ ബോഡി? അപ്പോൾ ഈ രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് പ്രവേശിക്കുന്നത്? അപ്പോൾ ഈ ഒരു ചാർട്ട് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വെക്റ്റേഴ്സ് എന്താണെന്ന്. അപ്പോൾ വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിൽ പറയാം രോഗാണുവാഹകർ, അതായത് രോഗം കൊണ്ട് നടക്കുന്നവർ, അത്രയേ ഉള്ളൂ. Vectors are organisms that bring disease-carrying microorganisms into our body. രോഗകാരികളായി കുഞ്ഞു സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുക? വെക്ടേഴ്സ് എന്ന് പറയാം. എന്താണ്? ഡിസീസ് ക്യാരിങ്, അല്ലെ അവർ രോഗവും കൊണ്ടാണ് നടക്കുന്നത്. ഇവരെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. വെക്ടേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്താണ്? ഹൗസ് ഫ്ലൈ, ഈച്ച, റാറ്റ് ഫ്ലീ അഥവാ ചെള്ള്, മസ്കീറ്റോ കൊതുക്, ബാറ്റ്സ് എന്താണ്? വവ്വാൽ. ഇതൊക്കെ കുറച്ച് വെക്ടറിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് വെക്ടർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി ചാർട്ട് ഫില്ല് ചെയ്യാം. ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ദ ബോഡി ആൻഡ് ഡിസീസസ് ദേ കോസ്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് വരുന്നത്? ഒന്ന് വെക്ടറിലൂടെ വരാം, അല്ലെ? ത്രൂ വെക്ടേഴ്സ്. മറ്റേത് നോട്ട് ത്രൂ വെക്ടേഴ്സ്, വെക്ടറിലൂടെ അല്ലാതെയും വരാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ വെക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് വെക്ടേഴ്സ് ഈ ഒരു ഭാഗം നോക്കാം. ഫസ്റ്റ് എന്താ? മസ്കീറ്റോ നമ്മളൊരു എക്സാമ്പിളായിട്ട് കണ്ടു, ഒരു വെക്ടറാണ്. അപ്പോൾ മസ്കീറ്റോ കോസ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ, ഇതൊക്കെ കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ്. പിന്നെന്താ? ഹൗസ് ഫ്ലൈ, അല്ലേ? ഈച്ച. ഈച്ചയ്ക്ക് എന്തൊക്കെയാണ് പകർത്താൻ പറ്റുക? കോളറ, ടൈഫോയിഡ്. അപ്പോൾ ഈച്ച എങ്ങനെയാണ്? ഈച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോശം ജൈവാവശിഷ്ടങ്ങളിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ഫീസീസ്, അല്ലെങ്കിൽ ആനിമൽ ഫീസീസ്, അതായത് ചാണകം, അങ്ങനത്തെ സാധനത്തെ മുകളിലൊക്കെ ഈച്ചയൊക്കെ പോയിരിക്കും. വൃത്തികെട്ട സ്ഥലത്താണ് മോസ്റ്റ്ലി ഈച്ച ഇരിക്കുന്നത്. അവിടെ വന്നിരുന്നിട്ട് നേരെ നമ്മുടെ ഭക്ഷണത്തിലോട്ടോ വെള്ളത്തിലോട്ടോ വന്നിരുന്ന് കഴിഞ്ഞാൽ ആ ഈച്ചയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഫുഡിലോട്ടും വാട്ടറിലോട്ടും വന്നിട്ട് നമുക്ക് അസുഖം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെന്താ? ഹ്യൂമൻസ് ഫസ്റ്റ് വൺ ആണ് ലെപ്രോസി അഥവാ കുഷ്ഠരോഗം. പിന്നെ HIV, ചിക്കൻ പോക്സ്, ഇതൊക്കെ ഹ്യൂമൻ ടു ഹ്യൂമൻ പകരുന്ന അസുഖങ്ങളാണ്. പിന്നെന്താ? ബേർഡ്സിന് വരുന്നൊരു അസുഖമാണ് ബേർഡ് ഫ്ലൂ, അല്ലെങ്കിൽ പക്ഷിപ്പനി, ഏവിയൻ ഇൻഫ്ലുവൻസ എന്നുകൂടെ അതിനെ പറയും. ബേർഡ് ഫ്ലൂ അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ. ഏവിയൻ എന്ന് വെച്ചാൽ തന്നെ ബേർഡ് തന്നെ ഒരർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ. അപ്പോൾ നമ്മൾ ത്രൂ വെക്ടേഴ്സ് പകരുന്ന അസുഖങ്ങൾ നോക്കി. ഇനി നോട്ട് ത്രൂ വെക്ടേഴ്സിലൂടെ അല്ലാതെ ഇതിലൂടെയൊക്കെ നമുക്ക് അസുഖങ്ങൾ വരാം. ഒന്ന് സോയിലിലൂടെ വരാം, പിന്നെ എയറിലൂടെ വരാം, പിന്നെ വാട്ടർ ആൻഡ് ഫുഡിലൂടെ വരാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ത്രൂ സോയിൽ ഒന്നാമത്തെയാണ് വേം ഡിസീസ്, അല്ലെങ്കിൽ വിരയുടെ അസുഖം. ഇപ്പോൾ സോയിലുണ്ടാവുന്ന ബാക്ടീരിയ, സൂക്ഷ്മജീവികൾ, ഇതൊക്കെ നമ്മുടെ വയറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിരയുടെ അസുഖം ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് ടെറ്റനസ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വീണ് പൊട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഒരു പോറലോ പൊട്ടലോ ഉണ്ടെങ്കിൽ ഈ സോയിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ആ വൂണ്ടിലൂടെ, ആ ഒരു പൊട്ടലിലൂടെ നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിച്ച് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനൊക്കെ വരുന്നതിനെയാണ് നമ്മൾ ടെറ്റനസ് എന്ന് പറയുന്നത്. നിങ്ങൾ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ TT ഒക്കെ എടുക്കാൻ പോകുന്ന ടെറ്റനസ് ഷോട്ട് എടുക്കാൻ പോയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇത്. പിന്നെന്താ? ത്രൂ എയർ എന്ന് പറയുമ്പോൾ നമ്മൾ
തുമ്മിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വായിലുള്ള റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ത്രൂ എയർ പറന്ന് വേറെ എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അതിൽ ത്രൂ വരുന്ന അസുഖങ്ങളാണ് ട്യൂബർക്കുലോസിസ്, COVID-19, മീസിൽസ് എന്നിവ. പിന്നെ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വരുന്ന 2 അസുഖങ്ങളാണ് ടൈഫോയിഡ്, പിന്നെ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കുറച്ച് അസുഖങ്ങളുടെ പേര് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? നമ്മളിലേക്ക് അസുഖം വരുന്നത് 2 രീതികളിലൂടെയാണ്. ഒന്ന് വെക്ടേഴ്സിലൂടെയും മറ്റൊന്ന് വെക്ടേഴ്സിലൂടെ അല്ലാതെയും. വെക്ടേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഹ്യൂമൻ, മസ്കീറ്റോ, പിന്നെ ഹൗസ് ഫ്ലൈ, ബാറ്റ്, റാറ്റ് ഫ്ലീ എന്നിവ ഒക്കെ അല്ലേ. പിന്നെന്താ, വെക്ടേഴ്സിലൂടെ അല്ലാതെ നമ്മുടെ ബോഡിയിലോട്ട് അസുഖങ്ങൾ വരാം. ഏതിലൊക്കെ കൂടെ വരാൻ പറ്റുക? സോയിലിലൂടെ, എയറിലൂടെ, വാട്ടറിലൂടെ, ഫുഡിലൂടെ. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിന്ന് ഈ കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസായ അസുഖങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ, നോൺ വെക്ടേഴ്സ് ആരൊക്കെയാണ്? സോയിൽ, എയർ, വാട്ടർ, ഫുഡ്. വെക്ടേഴ്സ് ആരൊക്കെയാണ്? മസ്കീറ്റോ, ഹൗസ് ഫ്ലൈ, ഹ്യൂമൻസ്, ബേർഡ്സ്. പിന്നെ താഴെ ഒരാളെ കൂടെ പഠിച്ചു, റാറ്റ് ഫ്ലീ അല്ലെങ്കിൽ എലിയുടെ ഒക്കെ മേലെ ഉണ്ടാവുന്ന ചെള്ള്. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ അസുഖങ്ങളാണ്. ഇതിൽ വേറെ വേറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. പക്ഷേ ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടാണ് ഈ അസുഖങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്, അല്ലെങ്കിൽ പരിസരം മലിനമാകുമ്പോൾ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നമുക്ക് നോക്കാം. എന്താണ്? ഒരു കുട്ടി മൂക്ക് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പട്ടികളെ നമുക്ക് കാണാൻ പറ്റും. കാക്ക പറക്കുന്നുണ്ട്. എന്താണ്? ഇതൊരു ഗാർബേജ് കൂട്ടിയിട്ടിരിക്കുന്ന ഏരിയ ആണ്. രണ്ടാമത്തേതും എന്താ? കുറേ ഗാർബേജ് കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ നല്ല ഗുണ്ടുമണി എലികളെയൊക്കെ നമുക്ക് കാണാമല്ലേ. പിന്നെന്താ? ടാങ്ക് ഉണ്ട്. പിന്നെ സൂവേജ് അല്ലെങ്കിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നിടം. പിന്നെ വീണ്ടും ഗാർബേജ്. ഇവിടെ ഒക്കെ ആരുണ്ടാവും പറയുന്നത്? കൊതുകുകളുണ്ടാവും. അപ്പോൾ ഈ പിക്ചറൊന്നും കണ്ട് അത്രയ്ക്ക് ചിന്തിക്കാനൊന്നുമില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? കച്ചറ എവിടെ കൂടിക്കിടക്കുന്നു അവിടെ കൊതുകുകൾ, പട്ടികൾ, കാക്കകൾ, എലികൾ ഇവരൊക്കെ വരും. നമുക്ക് പഠിക്കാം. റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു വെക്ടേഴ്സ് ആരൊക്കെയാണ്? ഈച്ച, കൊതുക്, റാറ്റ് അല്ലെങ്കിൽ റാറ്റല്ല, എലിയുടെ മേലെ ഉണ്ടാവുന്ന ചെള്ള്. പിന്നെ റാറ്റും ഒരു വെക്ടറാണല്ലേ. അപ്പോൾ പിന്നെ ഇവരൊക്കെ ഏത് സാഹചര്യങ്ങളിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അഥവാ പെരുകുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉണ്ടാവുക? ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംസ് അല്ലേ, കച്ചറ കൂട്ടിയിട്ടിരിക്കുന്ന ഇടം. പിന്നെ റോട്ടിങ് ഫുഡ്, റോട്ടിങ് എന്ന് വെച്ചാൽ ചീഞ്ഞു പോകുന്ന ഭക്ഷണത്തിൻ്റെ അവിടെ. മാനുവർ ആൻഡ് അതർ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ, അല്ലെങ്കിൽ മാനുവർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ചാണകം, അതൊക്കെയാണ് മാനുവറിൽ വരിക. പിന്നെ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ ജൈവാവശിഷ്ടങ്ങളൊക്കെ ചീഞ്ഞു പോകുന്നത്. ഓക്കെ, അവിടെയൊക്കെയാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുക? ഈച്ചയെ കാണാൻ പറ്റുക. പിന്നെ മസ്കീറ്റോ അഥവാ കൊതുക് എവിടെയാണ് ബ്രീഡ് ചെയ്യുന്നത്? ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ. കാരണം ഈ പ്ലാസ്റ്റിക് ബാഗിൽ വെള്ളം കെട്ടിക്കിടക്കും. ബോട്ടിൽസ് നമ്മൾ പുറത്ത് വെറുതെ വലിച്ചെറിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കും. കോക്കനട്ട് ഷെൽസ്, ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടക്കും. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന എവിടെയും കൊതുകുകൾ ബ്രീഡ് ചെയ്യും. ഓക്കെ, പിന്നെന്താ? റാറ്റ് ഏർബൻ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റൈസേഷൻ, വൃത്തിയില്ലാത്ത ഇടങ്ങളിൽ, സിറ്റീസിൽ. പിന്നെ പ്ലേസസ് വിത്ത് അബണ്ടൻറ്റ് ഫുഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ കുറേ ഭക്ഷണം വേസ്റ്റായി കിടക്കുന്ന ഇടങ്ങളിലുണ്ടാവും റാറ്റ്സ്. പിന്നെ ക്ലട്ടേർഡ് ഏരിയാസ് എന്ന് വെച്ചാൽ തിക്കി തിരക്കുള്ള ഏരിയാസ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഹൈഡിങ് സ്പോട്ട്. അപ്പോൾ തിക്കി തിരക്കുള്ള ഏരിയ ആണ്, നല്ലപോലെ ഒളിക്കാനും സ്ഥലമുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ട്രാക്കിലൊക്കെ ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ കാണുമല്ലേ. പിന്നെ സുവേഴ്സ് ആൻഡ് ബേസ്മെൻറ്റ്സ്, അതായത് ഓവുചാലുകൾ. പിന്നെ ബേസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ തട്ടുകൾ അല്ലെങ്കിൽ ഗരാജ്, നിങ്ങളുടെ സ്റ്റോർ റൂം പോലെയുള്ള ഇടങ്ങൾ. അഗ്രികൾച്ചറൽ ഏരിയാസ് വിത്ത് സ്റ്റോർഡ് ഗ്രെയിൻ ഓർ ലൈഫ് സ്റ്റോക്ക് ഫീഡ്. പിന്നെന്താ? നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ പശുവിനും ഇതിനൊക്കെ കൊടുക്കാനുള്ള ഫുഡിൻ്റെ ഇടയിലൊക്കെ എലികളുണ്ടാവും. ഇവിടെയൊക്കെയാണ് നമുക്ക് ഓരോ വെക്ടേഴ്സിനെയും കാണാൻ പറ്റുന്നത്. വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? അപ്പം വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് ലെറ്റസ് കൺട്രോൾ മോസ്കിറ്റോസ്. മോസ്കിറ്റോ ഒരു വെക്ടറാണ്, കൊതുകിനെ നിയന്ത്രിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We can prevent many diseases by controlling mosquitoes. Is it enough to eliminate mosquito breeding conditions only in our home? അപ്പോൾ നമുക്ക് പല രീതികൾ കൊണ്ട് കൊതുകിനെ ഇല്ലാതാക്കാം. പക്ഷേ വീട്ടിൽ മാത്രം കൊതുകിനെ ഇല്ലാതാക്കിയാൽ മതിയോ? ഇല്ല അല്ലേ.
ഇവിടെ എന്താ രണ്ട് കൊതുക് പറയുന്നത്? വി ക്യാൻ നോട്ട് സർവൈവ് ഹിയർ, വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസസ് ടു ലേ എഗ്സ്. ഇവിടെ ഇനി നിൽക്കാൻ രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. ദിസ് ലൊക്കാലിറ്റി ഈസ് നോട്ട് ക്ലീൻ, വി കെ നോട്ട് ലിവ് ഹിയർ. ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ. ഈ പ്രദേശം നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്, ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ തമ്മിലുള്ള സംഭാഷണം. Avoiding waterlogging, removing grass and weeds around residences, and cleaning drains are few ways to prevent mosquito breeding. അപ്പം എന്തൊക്കെയാണ് നമുക്ക് മസ്കിറ്റോ ബ്രീഡിങ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? വാട്ടർ ലോഗിംഗ് എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ്, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും ഒക്കെ ഒഴിവാക്കുക. ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മസ്കിറ്റോ ബ്രീഡിങ്. പിന്നെ എന്താ, ഓടകളില്ലേ, നമ്മുടെ വെള്ളം പോകുന്ന ഓടകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താലും കൊതുക് പെരുക്കുന്നത് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം. ഒന്നെന്താ, കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദി ഈവനിങ്, വൈകുന്നേരം വീടിൻ്റെ വാതിലും ജനലൊക്കെ അടച്ചു വെക്കുക. പിന്നെന്താ, മസ്കിറ്റോ റെപ്പല്ലൻ്റ് ആണല്ലേ, മസ്കിറ്റോ റെപ്പല്ലൻ്റ്. ഇതെന്താ, കോയിലാണല്ലേ, കോയിൽ യൂസ് ചെയ്യുക, റെപ്പല്ലൻ്റ് യൂസ് ചെയ്യുക, മസ്കിറ്റോ ബാറ്റ് യൂസ് ചെയ്യുക, പിന്നെ മസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്താലും നമുക്ക് കൊതുക് കടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. Will the hygiene of our surrounding be enough to prevent the spread of disease? നമുക്ക് ചുറ്റുപാടുള്ള വൃത്തി മാത്രം മതിയോ അസുഖം വരാതിരിക്കുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളാണ് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് അസുഖം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകിയിട്ട് ഉപയോഗിക്കുക. കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്, ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഓക്കെ. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോൺടാക്ട്, വായിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം? അവോയ്ഡ് കോൺടാക്ട് വിത്ത് സിക്ക് പേഴ്സൺ, അതായത് രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്സ് എറ്റ്സെട്ര, അസുഖമുള്ള ഒരാളുടെ ഹാൻഡ് കർച്ചീഫോ വസ്ത്രങ്ങളോ ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. യൂസ് മാസ്ക് ഉപയോഗിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അപ്പം കുളിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുക. ഓക്കെ. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സൂവേജ്, അതായത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? യൂസ് ഫുട്വെയർ, നല്ല ചെരുപ്പ് ഉപയോഗിക്കുക. പ്രിവെൻറ്റ് വൂൺസ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോൺടാക്ട് വിത്ത് സൂവേജ്, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഈ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡോട്ടി, അതായത് മണ്ണും ചെളിയൊക്കെ പുരണ്ട് കഴിഞ്ഞാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഓക്കെ. വാട്ട് കെൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം, സ്കൂൾ ആൻഡ് വാഷ്റൂംസ് ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് ഡിസീസസ്? അപ്പോൾ നമ്മുടെ വീടും സ്കൂളും ഒക്കെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? മനുഷ്യരെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? അപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന പത്രവാർത്തകൾ വായിച്ചു നോക്കാം. എന്താണ്? ആഫ്രിക്കൻ സ്വൈൻ ഫീവർ, പന്നിപ്പനി പത്തനംതിട്ടയിൽ കണ്ടു. പിന്നെന്താ, കാനൈൻ ഡിസ്റ്റെമ്പർ, ഒരുമാതിരി പീ പിടിച്ച പട്ടികളൊക്കെ കാരണം കുറേ പട്ടികൾ മരിക്കാൻ തുടങ്ങി. പിന്നെ ലംപി സ്കിൻ ഡിസീസ്, ഈ പശുവിൻ്റെ മേത്ത് വന്നിരിക്കുന്ന ഈ ഒരു അസുഖം പകരുന്നത് കാണാം. പിന്നെ ഇന്ത്യ ബേർഡ് ഫ്ലൂ, പക്ഷിപ്പനി കാരണം കുറേ പൗൾട്രി, അതായത് കോഴികളെ മരിച്ചുപോയി. ഏവിയൻ ഇൻഫ്ലുവൻസ, നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം, ബേർഡ് ഫ്ലൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ആനിമൽസിലും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. കാരണം എന്താ? കാനൈൻ ഡിസ്റ്റെമ്പർ ഡോഗ്സിൽ വരുന്നു. പിന്നെ ഇതെന്താ? കാറ്റൽസിൽ എന്താ? ലംപി സ്കിൻ ഡിസീസ് വരുന്നു. പിന്നെന്താ? ആഫ്രിക്കൻ സ്വൈൻ എന്ന് വെച്ചാൽ പിഗ്സ് അല്ലേ, പന്നിപ്പനി വരുന്നു. പിന്നെ ഇവിടെ ഹെൻ അല്ലെങ്കിൽ പൗൾട്രി, അവർക്കൊക്കെ ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ വരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. ഹാവ് യു ഒബ്സർവ് ദ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? പിന്നെ കുറച്ച് പ്ലാന്റ്സിൽ വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്? ഒന്ന് ബ്രൗൺ ലീഫ് സ്പോട്ട്, ഇലകളിൽ ഇങ്ങനെ ബ്രൗൺ കളർ സ്പോട്ട്സ് ഉണ്ടാവുക, അത് റൈസിൽ കാണാം. പിന്നെ എന്താ? മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്. പീ പ്ലാന്റ്സിൽ എന്താണ് കാണാൻ പറ്റുന്നത്? പയറിൽ ഒരുമാതിരി മൊസൈക്ക് പോലെ ഡിസൈൻസ് വരിക, പാറ്റേൺസ് വരിക. ഓക്കെ. നെക്സ്റ്റ് എന്താ? ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, അതായത്
കൂമ്പ് ചെയ്യൽ എന്ന് നമ്മൾ പറയും. തെങ്ങിലെ കൂമ്പ് ചെയ്യൽ. ഇവിടെ നോക്കാം. ഹൈജീൻ ഹാബിറ്റ്സ്. Isn't personal hygiene as important as environmental hygiene for a healthy life? ആരോഗ്യകരമായിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വന്തം പേഴ്സണലി ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നല്ല ഹാബിറ്റ്സ് ഇതാണ്, മോശം ഹാബിറ്റ്സ് ഇതാണ് എന്ന് നോക്കാം. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ് നല്ല ഹാബിറ്റാണോ? അല്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും നമ്മൾ കൈ കഴുകണം. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ് അതൊരു നല്ല ഹാബിറ്റാണ്. ഡു നോട്ട് ട്രിം ദ നീൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ് കയ്യിലും കാലിലും നഖം മുറിക്കരുത്, അതൊരു മോശം ഹാബിറ്റാണ്. യൂസ് ഫുട്വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ് ചെരുപ്പിട്ട് നടക്കുക നല്ല ഹാബിറ്റാണ്. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ ഗോൺഡ് ബൈ ബേർഡ്സ് അതായത് പക്ഷികൾ കൊത്തിയ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കുക അതൊരു മോശം ഹാബിറ്റാണ്. ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ വെച്ച ഭക്ഷണങ്ങൾ തുറന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളൊന്നും കുടിക്കാതിരിക്കുക അതൊരു നല്ല ഹാബിറ്റാണ്. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ് പൊതുസ്ഥലങ്ങളിൽ തുപ്പുക അതൊരു മോശം ഹാബിറ്റാണ്. ബാത്ത് ഡെയിലി എല്ലാ ദിവസവും കുളിക്കുക അതൊരു നല്ല ഹാബിറ്റാണ്. ഓക്കെ. ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി. Our bodies naturally have the ability to control and fight pathogens once they enter the body. അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് രോഗാണുക്കൾ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും അവരെ തടഞ്ഞു നിൽക്കാനും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അതായത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ളൊരു കാര്യമാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ. ദിസ് എബിലിറ്റി വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇമ്മ്യൂണിറ്റി എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആവണമെന്നില്ല. The body is unable to develop natural immunity against some communicable diseases such as polio and hepatitis B. അപ്പോൾ നമ്മുടെ ബോഡിക്ക് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ ഈ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല. വി നീഡ് ടു ടേക്ക് വാക്സിനേഷൻസ് ടു അവോയ്ഡ് സച്ച് ഡിസീസസ്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ അംഗനവാടിയിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഈ കുത്തിവയ്പ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ഓക്കെ. ദിസ് ഈസ് കോൾഡ് എക്വയർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി. പക്ഷേ ചിലതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കണം? വാക്സിനേഷൻ എടുക്കണം അല്ലേ? ചില രോഗങ്ങളെ തടുക്കാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് നാച്ചുറലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാക്സിനേഷൻ, കുത്തിവെപ്പ് എടുക്കണം അങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക, അല്ലെങ്കിൽ ആർജിത രോഗപ്രതിരോധ ശേഷി. ഇറ്റ് ഈസ് ത്രൂ വാക്സിൻസ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് മെനി എപ്പിഡമിക്സ് സച്ച് ആസ് സ്മോൾ പോക്സ്, പ്ലേഗ് ആൻഡ് പോളിയോ വിച്ച് ഹാവ് ത്രെറ്റൻഡ് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ റേസ്. അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ എന്ന പോലെയുള്ള പാൻഡമിക്കിനൊക്കെ മഹാമാരികളൊക്കെ നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോഴും നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതും എന്താണ്? കോവിഡിനെതിരെയുള്ളൊരു പ്രതിരോധ കുത്തിവെപ്പായിരുന്നു ഈ കോവിഷീൽഡും കോവാക്സിൻ ഇതൊക്കെ. ഓക്കെ. ദോസ് ഹു വോണ്ട് ടു ബി വാക്സിനേറ്റഡ് ഷുഡ് കം ടു കൗണ്ടർ 2. വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ 2 വരണം. Which diseases should be vaccinated against? Which are the mandatory vaccines to be taken by the age of 16? അപ്പോൾ 16 വയസ്സിനുള്ളിൽ നിർബന്ധമായി എടുക്കേണ്ട കുറച്ച് വാക്സിനുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വാക്സിനേഷൻ ചാർട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് നോക്കി പഠിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? BCG അഥവാ ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ. ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ BCG. അപ്പോൾ BCG എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ വാക്സിൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ജേംസിൽ നിന്നാണ്. അതായത് നമുക്ക് അസുഖം വരുത്തുന്നതും നമുക്ക് ബ്രീതിങ്ങിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നൊരു ജേമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ BCG എന്ന വാക്സിൻ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ BCG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശക്തിയും കിട്ടും, ട്യൂബർകുലോസിസിനൊക്കെ നമുക്ക് അടിച്ച് തോൽപ്പിക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കും, അതിനാണ് BCG എടുക്കുന്നത്. പിന്നെന്താ? OPV ഓറൽ പോളിയോ വാക്സിൻ. ഓറൽ പോളിയോ വാക്സിൻ എന്തിനാണ് എടുക്കുന്നത്? നമ്മളെ ഈ വാക്സിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോളിയോ എന്നൊരു ഡിസീസിൽ നിന്നാണ്. അപ്പോൾ ഈ പോളിയോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസൊക്കെ വീക്കായിട്ട് നമുക്ക് മൂവ്മെൻറ്റ് ഒന്നും സാധിക്കില്ല, നമുക്ക് അനങ്ങാനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ ഈ പോളിയോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിയോ ജേംസിനെ ഫൈറ്റ് ചെയ്ത് കളയാനും നമുക്ക് ഓടിച്ചാടി ജീവിക്കാനൊക്കെ പറ്റും അല്ലേ? അപ്പോൾ എല്ലാവരും പോളിയോ വാക്സിനൊക്കെ എടുക്കണം. പിന്നെന്താ? ഹെപ്പറ്റൈറ്റിസ് ബി.
ഹെപ്പറ്റൈറ്റിസ് ബിയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊരു അസുഖത്തിൽ നിന്നാണ് നമ്മൾ ഈ വാക്സിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം വന്നാൽ നമുക്ക് വയറുവേദനയും ക്ഷീണവും അങ്ങനെ എന്തൊക്കെയോ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി എന്ന അസുഖത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കണം? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കണം. ഇത് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഈ വാക്സിനേഷൻ ചാർട്ടിൻ്റെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത്. FIPV എന്താണ്? പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട OPV ഓറൽ പോളിയോ വാക്സിൻ പോലെ തന്നെ ഈ വാക്സിൻ നമ്മൾ എന്തിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? പോളിയോയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഡോസ് എടുത്തു, എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് സൂപ്പർ ഹീറോനെ പോലെ ഫൈറ്റ് ചെയ്യാൻ, പോളിയോ ജേംസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുക? വീണ്ടും FIPV എടുക്കുകയാണ്, ഫ്രാക്ഷണൽ ഡോസ് എടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് RVV അഥവാ റോട്ടാ വൈറസ് വാക്സിൻ. അപ്പോൾ ഒരു പൊട്ട വയറ്റിൽ വരുന്നൊരു ബഗ്ഗാണ് റോട്ടാ വൈറസ്. അപ്പോൾ നമുക്ക് വല്ലാത്ത പൊട്ട വയറുവേദനയും ഇതൊക്കെ വരുത്തിക്കുന്നതാണ് ഈ ഒരു ബഗ്. ഓക്കെ, നമുക്ക് ഛർദി വരും, ലൂസ് മോഷൻ, ഇതൊക്കെ വരുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് റോട്ടാ വൈറസ് വാക്സിൻ നമ്മൾ എടുക്കുന്നത്. റോട്ടാ വൈറസ് എന്താണ്? ഒരു പൊട്ട വൈറസാണ്. ഓക്കെ, പൊട്ട വൈറസ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയാണ്. ഇതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം അറ്റ് ദ ടൈം ഓഫ് ബർത്ത് നമ്മൾ എന്തൊക്കെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാം. അടുത്ത എന്താണ്? PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. അപ്പോൾ ഇതെന്തിനാണ് എടുക്കുന്നത്? നമുക്ക് ന്യൂമോകോക്കസ് എന്നൊരു ജേമിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേം നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കും? വല്ലാത്ത ചുമ, പനി, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെ ഈ ഒരു ജേം ഉണ്ടാക്കും, ന്യൂമോകോക്കസ് എന്ന ജേം. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത്. അടുത്ത എന്താണ്? മീസിൽസ് റുബെല്ല വാക്സിൻ. അതെന്തിനാണ്? അപ്പോൾ 2 അസുഖങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ വാക്സിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒന്ന് മീസിൽസ്, മറ്റേത് റുബെല്ല. അപ്പോൾ മീസിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പനി, ഹൈ ഫീവർ, പിന്നെ റാഷസ്, പിന്നെ നമുക്ക് വല്ലാണ്ട് അസുഖം തോന്നും. പിന്നെ റുബെല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയും റാഷസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ മീസിൽസ് റുബെല്ല വാക്സിൻ അല്ലെങ്കിൽ MR എടുക്കുന്നത്. പിന്നെ DPT എന്താ? ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് വാക്സിൻ. അപ്പോൾ ഇതെന്തിനാണ്? നമ്മുടെ 3 സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഡിഫ്തീരിയ, പെർട്യൂസിസ് എന്ന് വെച്ചാൽ വല്ലാത്ത ചുമയില്ലേ, വൂപ്പിംഗ് കഫ് എന്ന് നമ്മൾ പറയും. പിന്നെ ടെറ്റനസ്. ഡിഫ്തീരിയ നമുക്ക് ശ്വാസം എടുക്കുന്നതിലും ഭക്ഷണം വിഴുങ്ങുന്നതിലും സ്വാലോ ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ പെർട്യൂസിസ് ആണെങ്കിലോ നമുക്ക് നല്ല വല്ലാത്ത ചുമയുണ്ടാക്കും, കുറേ കാലം നീണ്ടു നിൽക്കുന്ന ചുമ. പിന്നെ ടെറ്റനസ് എന്താ? നമ്മുടെ മസിൽസും ഒക്കെ സ്റ്റിഫായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യും ടെറ്റനസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഫൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കും? ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് വാക്സിൻ. 3 അസുഖങ്ങളാണ് ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്. ഓക്കെ, അവസാനത്തെയാണ് TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ ഇതെന്തിനാണ്? അപ്പോൾ ടെറ്റനസിൽ നിന്നും ഡിഫ്തീരിയയിൽ നിന്നും സേഫായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TD വാക്സിൻ എടുക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ എന്താണ് ടെറ്റനസ് ഉണ്ടാക്കുക, ഡിഫ്തീരിയ കാരണം നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഈ വാക്സിൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ സ്ട്രോങ്, ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കും അല്ലേ. അപ്പോൾ വാക്സിൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വാക്സിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത്? നമുക്ക് സേഫ് ആയിരിക്കാനാണ് നമ്മൾ വാക്സിൻസ് ഒക്കെ എടുക്കുന്നത്. ഇതൊക്കെ കേട്ട് പോയാൽ മതി, പക്ഷേ നിങ്ങൾ ഷോർട്ട് ഫോമും ഫുൾ ഫോമും പഠിക്കണം കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏത് പ്രായത്തിലാണ് ഇത് വാക്സിനാണ് എടുക്കേണ്ടത്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് നമ്മൾ എന്തൊക്കെ എടുക്കണം? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. 6 ആഴ്ചയായി കഴിഞ്ഞാൽ OPV1, RVV1, പെൻറ്റാവാലൻറ്റ് 1, FIPV1, PCV1. 10 വീക്സിലോ OPV2, RVV2, പെൻറ്റാവാലൻറ്റ് 2. 14 വീക്സിൽ OPV3, RVV3, പെൻറ്റാവാലൻറ്റ് 3, FIPV2, PCV2. ഈ 1, 2, 3 എന്നൊക്കെ കാണുന്ന ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, തേർഡ് ഡോസ്, അങ്ങനെയാണ്. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു അസുഖത്തിൻ്റെ വാക്സിൻ്റെ പേര് എഴുതുക, വയസ്സ് എഴുതുക, ഏത് ഡിസീസിൽ നിന്നാണ് നമ്മളെ ഈ വാക്സിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ഇതിൽ നിന്നൊക്കെയാണ്? ടെറ്റനസ്, പിന്നെ
ഡിഫ്തീരിയ. ഇനി വേറെ എക്സാമ്പിൾ എഴുതാൻ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതാം. DPT ആണെങ്കിലോ ഡിഫ്തീരിയ പെർട്യൂസസ് ടെറ്റനസ്. അല്ലെങ്കിൽ MR എഴുതാം നമുക്ക്. MR ഏതൊക്കെ അസുഖമാണ്? മീസിൽസ്, റുബെല്ല. Hep B ഹെപ്പറ്റൈറ്റിസ് ബി. അസുഖത്തിൻ്റെ പേരും എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി. ഇതെപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത്? അപ്പം നമുക്ക് ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ 9 months ആകുമ്പോൾ MR1 PCV ബൂസ്റ്റർ വാക്സിൻ എടുക്കണം. വൈറ്റമിൻ A FIPV3. 16 to 24 months MR2 OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വൈറ്റമിൻ A സെക്കൻഡ് ഡോസ്. 5-6 വയസ്സാകുമ്പോഴത്തേക്ക് DPT ബൂസ്റ്റർ 2 എടുക്കണം. 10 വയസ്സിൽ TD1 എടുക്കണം. 16 വയസ്സിൽ TD2 എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോക്കിയത്? MR എപ്പോഴൊക്കെ എടുക്കേണ്ടത്? 9 months എടുക്കാനുണ്ട്, 16 to 24 months എടുക്കാനുണ്ട്, പിന്നെ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ എഴുതും 9 months, 16 to 24 months. അപ്പോൾ ഇങ്ങനെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, proper awareness is to be given to the people regarding the mode of transmission of diseases and methods of prevention. What can we do for this? രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ ആൾക്കാർക്ക് ശരിയായ അറിവ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡ്രാമ അല്ലെങ്കിൽ നാടകം, പപ്പറ്റ് ഷോ, പാവ വെച്ചിട്ടുള്ള നാടകം, കാർട്ടൂൺ ചെയ്യാം, പോസ്റ്റേഴ്സ് ചെയ്യാം. പിന്നെന്താ ചെയ്യാൻ പറ്റുക? ആഡ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാം. പിന്നെന്താ ചെയ്യാൻ പറ്റുക? കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിംസ് ഇറക്കാം, അല്ലെങ്കിൽ ഡിബേറ്റ് നടത്താം, സ്പീച്ച്, പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസീസസ് ക്യാൻ ബി കെപ്റ്റ് അവേ വിത്ത് പ്രോപ്പർ അവെയർനെസ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഹെൽത്തി പീപ്പിൾ ആർ വെൽത്ത് ഓഫ് എ നേഷൻ. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗത്തിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. ആരോഗ്യമാണ് ഒരു നാടിൻ്റെ സമ്പത്ത്. ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിൻ്റെ സമ്പത്ത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.